എടാ നീ കൈമാറ്റ്. എന്താടാ മറന്നുപോയോ? ഷെയറിംഗ് ശരിയാണല്ലോ, ഞാൻ മറന്നുപോയി. മാഡം പുറത്ത് പോകുമ്പോൾ മാത്രമേ പാർട്ടി നടത്തുന്നതിൽ ഒരു രസമുള്ളൂ. അതെ ബായ്, ഞാൻ പോവുകയാണേ. എന്റെ പോപ്പി വിളിക്കാൻ ഞാൻ എയർപോർട്ടിന് പോണം. തന്റെ പോപ്പി എയർപോർട്ടിനകത്ത് എന്തെടുക്ക? നല്ല പഴംപൊരി കിട്ടുന്ന ചായക്കട ഇട്ട് വെച്ചിരിക്കുക അവിടെ. എയർപോർട്ടിനകത്ത് ചായക്കടയൊന്നും ഇടാൻ അനുവദിക്കില്ല. എന്റെ അമ്മോ, ഇവനാണ് യഥാർത്ഥ കഴുത. എടാ, അമേരിക്കയിൽ നിന്ന് എയർപോർട്ടിലേക്ക് വരികയാ. കർത്ത എല്ലാവരുടെയും സുഹൃത്താ ഡോക്ടർ ബാലു അമേരിക്കയിൽ നിന്നും വരുന്നുണ്ട്. രോഗം വന്നാൽ മരുന്ന് കഴിക്കണം. ന്യൂസ് കാണുമ്പോൾ തുറച്ചു നോക്കണം. ഒരു പ്രത്യേക അറിയിപ്പ്: ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഉറക്കം വരാതിരിക്കാൻ ഗുളിക കഴിക്കൂ. എന്നിട്ട് ഈ വാർത്ത ശ്രദ്ധിച്ചു കേൾക്കൂ. അമേരിക്കയിൽ നിന്ന് വന്ന ബുഖാഡ് എയർവേസിന്റെ ഫ്ലൈറ്റ് സമുദ്രമധ്യത്തിൽ വെച്ച് പെട്ടെന്ന് കാണാതായിരിക്കുന്നു. പൈലറ്റുമായി ബന്ധപ്പെടുവാനും സാധിക്കുന്നില്ല. അവസാനമായി അദ്ദേഹം പറഞ്ഞത് ഏതോ ഒരു ദ്വീപിൽ ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ്. ആ ഫ്ലൈറ്റില് ഡോക്ടർ ബാലുവും ഉണ്ട്. അതേനെ, എന്റെ മുത്തശ്ശി. ഡോക്ടർ ബാലു എങ്ങനെ തന്റെ മുത്തശ്ശിയായി മാറുന്നത്? വെറുതെ ഞങ്ങളെ പറ്റിക്കാൻ നോക്കരുത്. എടാ കഴുതേ, അതിൽ ഡോക്ടർ ബാലുവും തോത്താറാമിന്റെ മുത്തശ്ശി ഉണ്ടെന്നാ പറഞ്ഞ. അതെ ബായ്, എനിക്ക് എന്റെ മുത്തശ്ശിയെ കണ്ടെത്തണം. ഞങ്ങളും വരുന്നു. അവരെ തീർച്ചയായിട്ടും നമുക്ക് സഹായിക്കണം. സംശയമുണ്ടോ? വേഗമാ പോവാ. വരൂ, എന്റെ കൂട്ടുകാരന്റെ മോട്ടോർ ബോട്ടുണ്ട്, അതിൽ നമുക്ക് പോകാം. നമ്മൾ പുറപ്പെട്ടു വന്നു, പക്ഷെ എങ്ങനെ കണ്ടുപിടിക്കാ? സമുദ്രത്തിൽ ഇങ്ങനെ ഒരുപാട് ദ്വീപുകളുണ്ട്. എന്ത് പറ്റി? ഡീസൽ തീർന്നുപോയി. അല്ല, അത് നിനക്കെങ്ങനെ അറിയാ? ഡീസൽ വളരെ കുറവാണെന്ന് എന്റെ കൂട്ടുകാരൻ എന്നോട് പറഞ്ഞു. അതെ ബായ്, താനെന്താണോ ഡീസൽ ഒഴിക്കാത്തത്? അതിന് നീയല്ലേ പറഞ്ഞ് വേഗം പോവാന്ന്. അതുകൊണ്ട് ഞാൻ ഡീസൽ അടിച്ച് സമയം കളയണ്ടെന്ന് വിചാരിച്ചു. വട്ടനെന്നും വട്ടം തന്നെയാ. സംശയമുണ്ടോ? സംശയമില്ല. അതുകൊണ്ടാണ് ഡോക്ടർ ബാലുവിന്റെ അടുത്ത് ഞാൻ ട്രീറ്റ്മെന്റ് എടുക്കുന്നത്. അല്ല, ഇപ്പോൾ എന്താ ചെയ്യുക? നമുക്ക് തള്ളിക്കൊണ്ടു പോയാൽ എന്താ? നീ അവനേക്കാളും വലിയ വട്ടനാണ്. വെള്ളത്തിൽ എങ്ങനെയാടാ നമ്മൾ തള്ളിക്കൊണ്ടു പോവാ? ഏയ് ടീറ്റി ടൂട്ടു, സുഖാണോ? ഞങ്ങൾക്ക് സുഖം തന്നെയാ. അതൊക്കെ പോട്ടെ, നിനക്ക് എവിടെയാ പോകേണ്ടത്? ഒരു ഫ്ലൈറ്റ് കാണാതെ പോയി, അത് അന്വേഷിക്കാ. അത് ക്രാഷ് ആയ സ്ഥലം ഞങ്ങൾക്കറിയാം. അവരൊക്കെ എന്ത് അവസ്ഥയിലായിരിക്കും അറിയില്ല. കുഴപ്പമില്ല, അവിടേക്ക് ഞങ്ങൾ കൊണ്ടുപോകാം. ഇത് വളരെ വലിയ ദ്വീപാണ്. ഇവിടെ അന്വേഷിക്കുന്നത് വളരെ പ്രയാസമാണ്. സംശയമുണ്ടോ? എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്. കൊള്ളാം പഴങ്ങൾ. ഞാൻ ഉടൻ തന്നെ കല്ലെടുത്തെറിഞ്ഞ് വീഴ്ത്താൻ പോവാ. എന്റെ അമ്മച്ചി, എന്റെ ഉന്നം തെറ്റിപ്പോയി. വേഗം ഓടിക്കോ. അല്ലെങ്കിൽ ടെൻഷനിൽ കൊട്ടി നമ്മുടെ പണി തീർക്കും. എടാ, ഈ തേനീച്ചൽ നമ്മള് വെറുതെ വിടുമെന്ന് തോന്നുന്നില്ല. രക്ഷിക്കണേ, രക്ഷിക്കണേ, ഞാനിത് തന്നെ വീണു. താൻ തത്തകൾക്ക് വെറുതെ ദുഷ്പേരുണ്ടാക്കരുത്. മര്യാദയ്ക്ക് പറക്കണോ? അതെ, ഞാൻ ആ കാര്യം മറന്നുപോയി. സംശയമുണ്ടോ? എന്തമ്മോ? വെള്ളത്തിലേക്ക് ചാടിക്കോ. രക്ഷപ്പെട്ടു. വേഗം വാ, നമുക്ക് പ്ലെയിനെ അന്വേഷിക്കാം. നമ്മൾ കുടുങ്ങി. പേടിക്കേണ്ട ഒരാവശ്യമില്ല. ഇത് കുട്ടികളെ ഒന്നും ചെയ്യില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ചെറിയ പ്രിയപ്പെട്ട കുട്ടിയാണ്. കൊഴുത്ത കുട്ടികളാണ്. ഇന്ന പിടിച്ചോ, ഈ കേക്ക് എങ്ങനെയുണ്ട്? സത്യം പറഞ്ഞ എനിക്ക് പൂച്ചകളെ വലിയ ഇഷ്ടമാണ്. അങ്ങനെയാണെങ്കിൽ എന്നെ നിനക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. ഇത്രയും പേര് വന്ന്
ഇനി എന്തായാലും അവൻ ഈ വഴിക്ക് വരുമെന്ന് തോന്നുന്നില്ല. ഈ കാട് വളരെ അപകടം പിടിച്ചതാണ്, സംശയമുണ്ടോ? എന്റെ ഭായി പ്ലെയിൻ അടുത്ത് തന്നെ ഉണ്ട്. ഈ ലെഫ്റ്റിലൂടെ പോണം. അടുത്ത അപകടം വരുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് പോകാം. Honey Bunny are chasing Bad Monkey. Don't act like a hunky, cause I am a bad monkey. Powerful power-ups and use boosters to beat boss in this fight. An all-new adventure awaits you in Honey Bunny Ka Choma, The Crazy Chase. Brand new game. Download now only on Google Play Store. ഭാഗ്യമുള്ള ദിവസം, എന്തു നല്ല ആഹാരം, ഇഷ്ടം പോലെയുണ്ട്. ഇവന്മാർ വളരെ അപകടകാരികളാണ്. പേടിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. ആർക്കും രക്ഷിക്കാൻ കഴിയില്ല, സംശയമുണ്ടോ? ഇല്ല, നമുക്ക് രക്ഷിച്ചേ മതിയാകൂ. അറ്റാക്ക് ചെയ്യ. വട്ട എനിക്കാണ്, നിനക്കല്ല പണി. അതെ, ചെന്നായ്ക്കളോട് എങ്ങനെ പൊരുതും? ഇത്രയും നാൾ വരെ മറ്റുള്ളവരോട് പൊരുതിയ പോലെ തന്നെ പൊരുതും അല്ലേ കൊച്ചലിയ? സംഘമാണ് ബലം, സംശയമുണ്ടോ? അതെ ഭായ്, വേഗം വാ. മര്യാദയ്ക്ക് ഇവിടുന്ന് പോയിക്കോ, അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. ഒരു പൂച്ച ഞങ്ങളെ പേടിപ്പിക്കാൻ വന്നിരിക്കുന്നു. സോർദാറെ, ഇവന്മാര് പോവില്ല. കാരണം ഇവർക്ക് പൂച്ചയെന്ന് വെച്ചാൽ ഒട്ടും പേടിയില്ല. നീ പട്ടിയല്ലേ, ഒന്ന് ശ്രമിച്ചു നോക്ക്. ഈ സിറ്റിയിലുള്ള ഡോഗിയെ നമുക്കൊരു പാഠം പഠിപ്പിക്കണം. അറ്റാക്ക്! ഈ റൈറ്റിലുള്ള തന്നെ ഞാൻ നോക്കിക്കോളാം. മുത്തശ്ശി, നീ എന്നെ രക്ഷിക്കാൻ വന്നു അല്ലേടാ? അതെ അതെ ഭായ്, ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യ. എനിക്ക് മുത്തശ്ശിയോട് സംസാരിക്കണം. എന്റെ പൊന്നു മുത്തശ്ശി, ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യേ. അല്ല, ഇത് അട്ടുച്ച നേരം എങ്ങനെ രാത്രി ആയത്? എന്തിനാ അവനെ ശല്യപ്പെടുത്തുന്നത്? ഇങ്ങോട്ട് വാ, വരാനാ പറഞ്ഞത്. എടാ വൃത്തികെട്ട ഡോഗി, നിന്നെ ഞാനൊന്നൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. അടുത്ത പാഠം നിനക്ക് ഞാൻ പറഞ്ഞുതരാം. എന്താ ഭായ്, നമുക്ക് വോളിബോൾ കളിച്ചാലോ? ഓടാം! അയ്യോ, രക്ഷിക്കണേ! വൗ, ഗ്രേറ്റ്! നിങ്ങളാണ് ഞങ്ങളെ രക്ഷിച്ചത്. ഇനിയും രക്ഷപ്പെട്ടിട്ടില്ല. ഇത് ചെന്നായ്ക്കളാണ്. അടുത്ത പുലി വന്നാൽ എന്ത് ചെയ്യും? സംശയമുണ്ടോ? കർത്ത, എല്ലാവരുടെയും സുഹൃത്താ, ഒന്നും സംഭവിക്കില്ല. ഞാൻ ട്രാൻസ്മീറ്ററിൽ നമ്മുടെ ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്. എന്നാലത് കേടായിരുന്നല്ലോ. ഞാൻ ടേപ്പ് ഒട്ടിച്ച് അത് റെഡിയാക്കി. നീയാണോ അത് ശരിയാക്കിയത്? പക്ഷെ നിനക്ക് വട്ടല്ലേ?
ഞാൻ ബട്ടൻ തന്നെയാണ്, പക്ഷേ മണ്ടനല്ല. ഇപ്പോൾ തന്നെ ആർമി ഇവിടെ എത്തുന്നതായിരിക്കും. നോക്കൂ, എയർഫോഴ്സുകാർ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മൾ രക്ഷപ്പെട്ടു. സംശയമുണ്ടോ? ഇവരുടെ ജീവൻ പോലും തുച്ഛമായി കരുതി ഇവർ മറ്റുള്ളവരെ രക്ഷിച്ചിരിക്കുന്നു. നിങ്ങൾ കാരണമാണ് ഇവരെ എല്ലാവരും രക്ഷപ്പെട്ടത്. ബ്രേവറി അവാർഡ് നിങ്ങൾ കിട്ടാനായി ഞാൻ ശുപാർശ ചെയ്യും.